ഏതെങ്കിലും ഉദാഹരണങ്ങളൊന്ന് പറയാൻ പറ്റും? സ്പിരിച്വൽ പവറിന് ഉദാഹരണം. ഞാൻ ഒരു ആഴ്ച മുമ്പ് നമ്മുടെ നേരത്തെ സംസാരിച്ച മുജീബ് ഖാന്റെ കൂടെ കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് പോയി. ആ പ്രോഗ്രാമിലെ ഒരു ഗസ്റ്റ് ആരായിരുന്നു വെച്ചാൽ അസീം വെളിമണ്ണല്ലേ. അസീം വെളിമണ്ണ കേട്ടണോ നിങ്ങൾ? മറ്റേ ഷെരീഫ് സാഹിബ് പറഞ്ഞ മാതിരി കോയനും കുഞ്ഞാപ്പൂനും മാത്രമേ അറിയുള്ളൂ കേട്ടോ. അസീം വെളിമണ്ണനെ അറിയില്ല? ഇപ്പൊ എങ്ങനെ പറഞ്ഞുതരാ? കൈകളൊന്നും ഇല്ലാതെ അല്ലെ, കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിൽ മെസ്സിയോടൊപ്പം ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി വന്ന വെളിമണ്ണക്കാരൻ അസീം. അസീമിന്റെ ഉപ്പ അന്ന് അവിടെ ഒരു 2 മിനിറ്റ് സംസാരിച്ചു. ഈ അസീമിന്റെ ഉമ്മ അസീമിനെ വയറ്റിലുള്ള സമയത്ത് 4 മാസമായപ്പോൾ സ്കാനിങ്ങിൽ കണ്ടെത്തി ഈ കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള കഴിവുമില്ല, ഒരുപാട് ഭിന്നശേഷി, അതായത് പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയാണ് ഈ വയറ്റിനുള്ളിലുള്ളത്. ഡോക്ടർമാർ സ്വാഭാവികമായിട്ട് അവരുടെ കുടുംബത്തോട് പറഞ്ഞു, ഈ കുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ജനിക്കാൻ അനുവദിക്കരുത്, അബോർഷൻ ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്റെ കുടുംബത്തിലെ ഒന്നിങ്ങനെ ചർച്ച ചെയ്തതിന് ശേഷം അവരൊരു തീരുമാനത്തിലെത്തി, നമുക്ക് പടച്ച റബ്ബ് തന്ന കുട്ടിയാണ്, ഇവന്റെ ജീവിതം ഇല്ലാതെ ആക്കാനുള്ള ഒരു അവകാശം നമുക്കില്ല എന്ന്. ഇത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർമാർ പരമാവധി നിർബന്ധിച്ചു, നിങ്ങളത് പറയരുത്, നിങ്ങളത് ചെയ്യരുത് എന്നൊക്കെ. പക്ഷേ അസീമിന്റെ ഉപ്പ എന്തു വന്നാലും ഞങ്ങളത് സഹിച്ചോളാം, ഈ കുട്ടിക്ക് ജന്മം നൽകാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞു. ഈ സംസാരത്തിനിടയ്ക്ക് അസീം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടി ജനിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് തന്നെ പീഡിയാട്രീഷ്യൻ ഉണ്ടാവും. ഈ കുട്ടി ജനിച്ച് കൈമാറിയതിനു ശേഷം പീഡിയാട്രീഷ്യൻ ഉപ്പാനോട് പറഞ്ഞതാണ്, നിങ്ങളോട് 1000 തവണ പറഞ്ഞതാണ് ഈ കുട്ടിയെ ജനിക്കാൻ അനുവദിക്കരുത്, ഈ കുട്ടിക്ക് യാതൊരു ശേഷിയുമില്ല, ഈ കുട്ടി ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളോട് പറയും. ഈ ലോകത്ത് ഇത്രയും ആധുനികപരമായിട്ടുള്ള ടെക്നോളജി വളർന്ന ഒരു സമയത്ത് എനിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് സ്കാനിങ്ങിൽ കണ്ടെത്താനുള്ള ടെക്നോളജി ഉണ്ടായിരിക്കെ നിങ്ങളത് അറിഞ്ഞിട്ട് നരകിച്ച് ജീവിക്കാൻ എന്തിനെന്നെ ഇങ്ങോട്ട് ജനിപ്പിച്ചു എന്ന ചോദ്യം നിങ്ങളോട് ചോദിക്കും എന്ന് അന്ന് ആ ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഇവര് വല്ലാതെ തളർന്ന്. എന്നിട്ട് ഇവരൊന്ന് ചോദിച്ചു, ലോകത്ത് ഇത്തരം കുട്ടികൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച കുട്ടികളില്ലേ എന്ന് പറഞ്ഞപ്പോൾ അതിനും ഡോക്ടർ മറുപടി പറഞ്ഞതാണ്, അങ്ങനെ അത്ഭുതമൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾ ഈ കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, കാരണം ഈ കുട്ടിക്ക് ബുദ്ധിയും ഇല്ലായിരുന്നു. കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിൽ ഫൈനൽ പോരാട്ടത്തിലും അതിന്റെ സെമി ഫൈനലിലും യൂസുഫ് അലി സാഹിബ് അടക്കമുള്ള, പത്മശ്രീ മമ്മൂട്ടി അടക്കമുള്ള ഇന്ത്യൻ സെലിബ്രിറ്റികൾ മൈതാനത്ത് നിന്നുകൊണ്ട് ആ കളി കാണുമ്പോൾ മെസ്സിയുടെ കൈ പിടിച്ചുകൊണ്ട് ഫുട്ബോൾ മൈതാനത്ത് പ്ലെയേഴ്സിനെ അനുഗമിച്ചുകൊണ്ട് വന്നതിൽ 2 മത്സരത്തിലും തുടർച്ചയായി 2 മത്സരത്തിലൊന്നും ഫിഫ അതിന് അനുമതി നൽകില്ല. ചാലിയാർ പുഴ 44 പ്രാവശ്യം നീന്തി കിടന്ന ഒരു കുട്ടിയാണ് അസീം വെളിമണ്ണ. 19 വയസ്സുകാരനാണ്. വലിയ അത്ഭുതങ്ങൾ ലോകത്ത് പേരെടുത്തു. ഈ 19 വർഷത്തിനിടയ്ക്ക് തന്നെ ഒരുപാട് റെക്കോർഡുകൾ നേടി, വലിയ മാറ്റമാണ്. ആ നേട്ടത്തിന് പുറകിൽ അന്ന് ആ ഡോക്ടർ ആ വർത്താനം പറഞ്ഞപ്പോൾ ഈ ഉപ്പാന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ സ്പിരിച്വൽ പവർ കൊണ്ടാണ് പടച്ച റബ്ബ് തരുന്നതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി അസീം വെളിമണ്ണയുടെ ഉപ്പാക്ക് കൊടുത്തതിന്റെ പേരാണ് സ്പിരിച്വൽ പവർ.